നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കേരളത്തിലെ താരമണ്ഡലമായി മാറിക്കഴിഞ്ഞു തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ ദേശീയ തലത്തിലും തൃശൂർ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സുരേഷ് ഗോപിയെ കളത്തിലിറക്കി തൃശൂർ പിടിക്കാൻ BJP കച്ചകെട്ടിയിറങ്ങുമ്പോൾ എന്തു വില കൊടുത്തും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. BJP പ്രചാരണം തുടങ്ങിയ തൃശൂരിൽ തന്നെ മഹാസഭ സംഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ ശ്രീ S. രാഹുൽ, കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ, ഒപ്പം BJP നേതാവ് പ്രിൻറ്റു മഹാദേവ് എന്നിവരാണ്. ആദ്യം ശ്രീ പ്രിൻറ്റു മഹാദേവ്, BJPയുടെ റാലിക്ക് സമാനമായ ഒന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു തൃശ്ശൂരിൽ. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഒഫീഷ്യലായ അനൗൺസ്മെന്റ് ഉണ്ടാകുമെങ്കിൽ പോലും അതിനെ ആ നിലയിൽ തന്നെ വേണമായിരുന്നു കാണാൻ. കാരണം പ്രധാനമന്ത്രിയുടെ തുറന്ന വാഹനത്തിൽ അന്നും ഒപ്പമുണ്ടായിരുന്നത് തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്ന സുരേഷ് ഗോപിയായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പിടിക്കും, എന്ത് വില കൊടുത്തും എന്ന നിലപാടിലേക്ക് BJP പോകുമ്പോൾ അതേ നാണയത്തിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ തിരിച്ചടിയായി മാറുന്നില്ലേ ഇന്നത്തെ മഹാസഭ? തീർച്ചയായും നമുക്കൊരു ഇലക്ഷൻ ആസന്നമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റും കേരളത്തിൽ BJP ആദ്യത്തെ അക്കൗണ്ട് തുറക്കാൻ പോകുന്ന, പാർലമെന്റിനകത്ത് BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്ന സീറ്റും അത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും. സ്വാഭാവികമായി നമുക്കറിയാം, ആദരണീയമായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടാമത്തെ തവണയാണ് തൃശൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനുവരി മാസത്തിൽ വന്നത്. സ്വാഭാവികമായി അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പോ ഈ മല്ലികാർജുന ഖാർഗെയെ കൊണ്ടുവന്നത് ഒരു ഗിമിക്ക് കാണിച്ചത് കൊണ്ടൊന്നും തൃശ്ശൂരിലെ ജനത കോൺഗ്രസിനെ വിശ്വസിക്കില്ല. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് TN പ്രതാപൻ തൃശ്ശൂരിന് വേണ്ടി എന്തു ചെയ്തു എന്നൊരു വലിയൊരു ചോദ്യം തൃശ്ശൂർക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തൃശ്ശൂരിൽ മത്സരിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം രാജ്യസഭ MP ആണെങ്കിൽ പോലും അദ്ദേഹം തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി നിരന്തരമായി ഇടപെട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി തൃശ്ശൂരിലെ ജനത കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് തൃശ്ശൂർ. എന്നാൽ ഒരു MP എന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ട് വികസന പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വികസനം കൃത്യമായിട്ട് ഒരു പദ്ധതി പോലും കാണിച്ചു തരാൻ നമ്മുടെ പ്രധാനമന്ത്രി സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, MP-യുടെ വികസനത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് തൃശ്ശൂരിൽ പ്രതിഫലിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ, പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം. ഭാരതീയ ജനതാ പാർട്ടിക്ക് 2,42,000 മെമ്പർഷിപ്പ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായി ഞങ്ങളുടെ സംഘടനാ ശക്തി വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രദേശം എന്ന രീതിയിൽ. രണ്ടാമതൊരു കാര്യം, സുരേഷ് ഗോപി പോലെയുള്ള പോപ്പുലർ ആയിട്ടുള്ള ജനകീയനായിട്ടുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി BJPക്ക് വരുന്നു. മൂന്നാമതൊരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി NDA സർക്കാർ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ സ്വാഭാവികമായിട്ട് BJPക്ക് അനുകൂലമായി മാറും. സ്വാഭാവികമായിട്ട് വിശ്വാസി സമൂഹമാണ് തൃശ്ശൂരിലെ ജനത. അപ്പൊ അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് BJP സർക്കാർ കാണിച്ചിട്ടുള്ള നീതി, അതോടൊപ്പം തന്നെ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ BJPയും ക്രൈസ്തവ സമൂഹവും തമ്മിലുള്ള വന്നുകൊണ്ടുള്ള ആ ഒരു ഊഷ്മളമായിട്ടുള്ള അടുപ്പം, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുള്ള അടുപ്പം, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കൊണ്ടൊന്നും തൃശ്ശൂർ പാർലമെന്റ് ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഗിമിക്ക് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തെ ഗിമിക് എന്ന് താങ്കൾക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി അവിടെ വന്ന് കാണിച്ചതും ഗിമിക് ആണ് എന്ന തരത്തിൽ പറയേണ്ടി വരില്ലേ? അങ്ങനെയല്ലല്ലോ. ഇന്ന് മല്ലികാർജുന ഖാർഗെ വന്നിട്ട് നോക്കണം, നമ്മുടെ യാത്ര നടന്നുകൊണ്ടിരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ, അതിനിടയിൽ ഇവിടെ നരേന്ദ്രമോദി വന്നു, ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ആവേശം വിതറി, തൃശ്ശൂരിലെ ജനത നരേന്ദ്രമോദി വിശ്വാസം അർപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസുകാർ നിശ്ചയിക്കുകയാണ് വലിയൊരു അഖിലേന്ത്യാ പരിപാടിയുടെ തുടക്കം ഈ തൃശ്ശൂരിൽ നിന്നാകണമെന്ന്. തുടങ്ങുന്നത് കുഴപ്പമില്ല, രാഷ്ട്രീയപരമായിട്ട് AICCയുടെ അധ്യക്ഷനല്ലേ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹമല്ലേ എത്തുന്നത്? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് BJPക്ക് പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെയാണല്ലോ AICCയുടെ അധ്യക്ഷൻ കോൺഗ്രസിനും.
ആയിരിക്കാം. അതിലൊന്നും നമുക്ക് സംശയമൊന്നുമില്ല സാർ, അതിലൊന്നും സംശയമില്ല. ഞാൻ പറയുന്നത് കുറെ കാലങ്ങളായിട്ട് തൃശ്ശൂരിലെ ജനതയെ ഇതുപോലെ ഇടത് വലത് മുന്നണികൾ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷന്റെ തൊട്ടടുത്ത് കോൺഗ്രസ് വലിയൊരു പരിപാടി നടന്നു കുഴപ്പമില്ല. അതിനപ്പുറത്തേക്ക് ഇന്ന് മല്ലികാർജുന അവിടെ ഉന്നയിച്ച ആരോപണമൊക്കെ നമ്മൾ കണ്ടു. അതിൽ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു രാജ്യത്ത് ഭയാനകമായ അവസ്ഥയാണ്, ന്യൂനപക്ഷ വിഭാഗങ്ങളും സ്ത്രീകൾക്കും എതിരായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് പറയുന്നു. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന എന്ത് കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് നോക്കൂ. ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം രൂപീകരിച്ച് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഈ 10 വർഷം കൊണ്ടാണ് ഇന്ത്യയിൽ സത്യത്തിൽ കലാപങ്ങളുടെ എണ്ണം, ഞാൻ പറയാം, സാന്ദർഭികമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആനുപാതികമായി നോക്കുന്ന സമയത്ത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കലാപങ്ങൾ കുറഞ്ഞ ഒരു 10 വർഷമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ന്യൂനപക്ഷവും ഒക്കെ ഇവിടെ ആശങ്കയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ഈ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണല്ലോ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ആദരണീയനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി 56ഓളം ക്രിസ്ത്യൻ സഭകളുമായിട്ട് അവിടെ പോയി അദ്ദേഹം ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നു. അക്കാര്യവും കോൺഗ്രസിന്റെ നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. അത് പല നേതാക്കളായി, അതായത് മണിപ്പൂരിൽ ഒരു വിഭാഗം അവിടുത്തെ ദേവാലയങ്ങൾ അടിച്ചു തകർക്കുന്നു, ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതേസമയം ക്രിസ്മസിൽ സ്നേഹവിരുന്നുമായി നേതാക്കൾ കേരളത്തിലെ ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് എത്തുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. അല്ല സാർ, മണിപ്പൂരിലെ കലാപത്തിന്റെ നിജസ്ഥിതി നമുക്കൊക്കെ അറിയാലോ. അവിടെ പതിറ്റാണ്ട് 100കണക്കിന് വർഷങ്ങളായി ഈ മെയ്ത്തികളും കുംഭികളും തമ്മിലുള്ള കലാപത്തിന്റെ ചരിത്രം. മണിപ്പൂരിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നതും BJPക്ക് സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ട് കേവലം 20 വർഷമായിട്ടുള്ളൂ സാർ. അതിനപ്പുറത്ത് ഈ കുംഭികളും മെയ്ത്തികളും തമ്മിലുള്ള കലാപത്തിന്റെ ചരിത്രത്തിന്റെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ചരിത്രത്തിന്റെ ഒരു പരമ്പര തന്നെയുണ്ട്. അപ്പൊ അതുപോട്ടെ, രണ്ട് വംശങ്ങൾ തമ്മിലുള്ള, രണ്ട് പ്രാദേശികമായിട്ടുള്ള, രണ്ട് തദ്ദേശീയർ തമ്മിലുള്ള കലാപത്തെ ഈ രീതിയിൽ സംഘപരിവാറിനെതിരെയുള്ള ആയുധമാക്കാൻ കോൺഗ്രസുകാർ വളരെ നയശാസ്ത്രത്തോടുകൂടി ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ നമ്മുടെ ഈ പ്രധാനമന്ത്രി വിളിച്ചിട്ടുള്ള വിരുന്നിൽ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിലടക്കം പങ്കെടുത്തപ്പോൾ അങ്ങനെയാണോ സഭാ നേതാക്കൾക്ക് പറഞ്ഞത്? അവരിൽ പലരും പറഞ്ഞത് ഓരോ ചടങ്ങുകൾക്കും അതിൻ്റെതായ ചില പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു ചടങ്ങിലേക്ക് വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് ആ ചടങ്ങും അല്ലെങ്കിൽ ഈ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കേണ്ട ചടങ്ങുമൊക്കെ വ്യത്യസ്തമാണ് എന്ന തരത്തിലും ആ ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശ്രീ പ്രിന്റു, അല്ല, അതിനകത്ത് കൃത്യമായിട്ട് ആ ചടങ്ങിനകത്ത് കൃത്യമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഈ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള പുരോഗതി, രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വഹിച്ചിട്ടുള്ള പങ്ക്, ആ പങ്കിനെ കൃത്യമായിട്ട് അംഗീകരിക്കാനും ആ പങ്കിനെ കുറിച്ച് ഈ രാജ്യത്തിന്റെ കടപ്പാടും നന്ദിയും അറിയിക്കാനാണ് ആദരണീയ നരേന്ദ്രമോദി ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരെ വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ആശങ്കകൾ കേരളത്തിലും ക്രൈസ്തവ സഭയ്ക്കുണ്ട്. അവരുടെ ആ ആശങ്കകളൊക്കെ ഒരു മണിപ്പൂർ സംഭവത്തിന്റെ കേവലം അതിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ മാത്രം കാണാതെ ഇതൊരു ആഗോള സഭയാണ്. സ്വാഭാവികമായിട്ട് ആഗോള സഭയുടെ പ്രശ്നങ്ങളും അതിന് അവരുടെ ഉന്നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സമൂഹം BJPയോട് അടുത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള PC ജോർജ് അടക്കമുള്ള ആളുകൾ BJPയിൽ ചേരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് സഭാ നേതൃത്വത്തിന്റെ ആശീർവാദത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം BJPയിൽ ചേരുന്നത്. PC ജോർജൊക്കെ അതിനു മുമ്പ് എവിടെയൊക്കെ ചേർന്നു എന്നുള്ളതും താങ്കൾക്ക് അറിയാമല്ലോ. താങ്കളുടെ നേതാവായിരുന്ന ആ വനിത എന്തായിരുന്നു PC ജോർജിനെ കുറിച്ച് പറഞ്ഞത് എന്നും താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ ബന്ധുക്കളോ ഒന്നുമില്ല. പക്ഷേ PC ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാം, തിരുവിതാംകൂർ മേഖലയിൽ കൃത്യമായിട്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. സ്വാധീനമുള്ള വ്യക്തി എന്ന രീതിയിൽ PC ജോർജ് BJPയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി സഭാ നേതൃത്വമായി അതോടൊപ്പം തന്നെ നോക്കൂ, ടോം വടക്കൻ, അനിൽ ആന്റണി, ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് വന്നിട്ടുള്ള അനിൽ ആന്റണിക്കൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ടോം വടക്കിന് സ്വാധീനം ഇല്ല എന്ന് പറയണ്ട. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ ടോം. അതും ജനങ്ങൾക്കിടയിലെ സ്വാധീനവും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ?
നേതാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ പലർക്കും സാധിക്കും, പക്ഷെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുക എന്നത് രണ്ടല്ലേ ശ്രീ പ്രിന്റു? അല്ല, ഞാൻ പറയട്ടെ, പി സി ജോർജിന് സ്വാധീനമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം വിജയിച്ചിരുന്ന വ്യക്തിയാണ്, അതുപോലെ പരാജയപ്പെട്ട ആളുമാണ്. ആയിരിക്കാം. അദ്ദേഹം പരാജയപ്പെടാനുള്ള സാഹചര്യം ഒക്കെ ഒന്ന് അറിയാലോ. ഒന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജയിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം. തീർച്ചയായും ഒരു പാർട്ടി എന്ന നിലയിൽ ആ ഒരു കണക്ക് കൂട്ടലുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം, നമ്മൾ അവസാനിപ്പിക്കുകയല്ല. ശ്രീ വസന്ത്, താങ്കൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാകില്ല, താങ്കൾ വൈകിയാണ് ജോയിൻ ചെയ്തത്. എങ്കിൽ പോലും 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് തുടക്കത്തിൽ. ഒന്ന്, ഈ തൃശ്ശൂരിൽ തന്നെ കോൺഗ്രസ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതായത് കേരളത്തിലും പ്രധാന എതിരാളി BJP ആണ് എന്നാണോ കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നത്? 2, പ്രിന്റു മഹാദേവ് പറയുന്നത് ഇത്തരം ഗിമ്മിക്സുകൾ കൊണ്ടൊന്നും കാര്യമില്ല, സഭാ നേതൃത്വം അടക്കം ഇത്തവണ BJPക്ക് അനുകൂലമാണ്, സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്നായിരിക്കും എന്ന ആത്മവിശ്വാസം. അല്ല, രണ്ടിനും ഉത്തരവുണ്ട്. അതിന് മുമ്പ് ശ്രീ പ്രിന്റുവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയും. കാര്യം ശ്രീ ടോം വടക്കൻ ഞങ്ങളുടെ മുൻ AICC മെമ്പറും ഞങ്ങളുടെ AICC ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചു തന്നതിനും പ്രേക്ഷകർക്ക് മുമ്പിൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ട് എന്ന് അറിയിച്ചു തന്നതിന് അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാര്യം അദ്ദേഹം BJP പോയതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യണം എന്ന്. അല്ല, കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോഴും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ശ്രീ വസന്ത്. അല്ലല്ല, രണ്ടിടത്തും കണക്കായിരുന്നു. അതാണ് സൂചിപ്പിച്ചത്. അല്ലല്ല, അക്ബർ റോഡിലായിരുന്നപ്പോ ഇടയ്ക്ക് അവിടുത്തെ ക്ലർക്കിന്റെ പണിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം BJP ചെന്നപ്പോ അതുപോലും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത്. എന്തു ആയിക്കോട്ടെ. 2, ഞാൻ പറഞ്ഞ PC ജോർജിന്റെ പിന്തുണ. ശ്രീ പ്രിന്റു, ഞാൻ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹം UDFന്റെ MLA ആയിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ് ആണ്. അദ്ദേഹം LDFിലേക്ക് ചേക്കേറാൻ ഞാൻ കോൺഗ്രസ് ആണ്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും ഞാൻ കോൺഗ്രസ് ആണ്. ഇന്ന് അദ്ദേഹം നിങ്ങളുടെ കൂടെ ചേർന്നപ്പോഴും ഞാൻ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ശ്രീ നിയോജക മണ്ഡലത്തിലുള്ള ബന്ധങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് ഇവിടുത്തെ സഭാ നേതൃത്വവുമായുള്ള ആഴമേറിയ ഇൻ ഡെപ്ത് റിലേഷൻഷിപ്പ് എന്ന് അങ്ങ് പറഞ്ഞ ആ ബന്ധത്തെ പറ്റിയും അങ്ങ് എനിക്ക് ക്ലാസ് എടുക്കരുത്. അങ്ങനെ ഒന്നേ ഇല്ല, PC ജോർജിന് അങ്ങനെ ഒന്നേ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ BJPയിൽ പണിയറിയാവുന്നവന്മാരാരുമില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിവുകെട്ടവനാണ്. ഇവന്മാരുടെ കൂടെ നിന്നാൽ ഉള്ള വോട്ടും കൂടെ പോകും എന്ന് പറഞ്ഞ് കോട്ടയം പ്രസ് ക്ലബിൽ പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ടാണ് PC ജോർജ് ആ മുന്നണി വിടുന്നത്. അങ്ങനെ ഓർമ്മയുണ്ടല്ലോ, BDJസും ഇവരുടെ സെക്യുലർ പാർട്ടിയും ഒക്കെ ചേർന്ന് ആ മുന്നണിയിൽ ചേരുന്നു. പിന്നീട് ആ മുന്നണി വിട്ടുപോയപ്പോ BJPയിൽ പണിയറിയാവുന്നവന്മാരാരുമില്ല. ആ വാക്കുകൾ ഞാൻ കോട്ട് ചെയ്യണം, വളരെ കൃത്യമായി ആർക്കൈവ്സിൽ കാണും. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളരുതാത്തവനാണ്. ഇവന്മാരുടെ കൂടെ കൂടിയാൽ എന്റെ ഉള്ള വോട്ടും കൂടെ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോട്ടയം പ്രസ് ക്ലബിൽ ഡേറ്റ് ചെയ്യാൻ പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നണി വിട്ടുപോയത്. PC ജോർജിനെ തന്നെ ഞാൻ ഉദ്ധരിക്കുകയാണ്. 2, എന്തുകൊണ്ടാണ് തൃശ്ശൂർ? ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നത്, താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം എതിർപ്പുകളും വിയോജിപ്പും പറഞ്ഞ ഒരു നേതാവിനെ വീണ്ടും കൂടെ കൂട്ടാൻ BJPക്ക് സാധിക്കുന്നു എന്ന ഭാഗവും നമുക്ക് വിസ്മരിച്ചുകൂടാ. ആരുമില്ലാത്തതിലും ഭേദം ഉള്ളവനാവട്ടെ എന്നുള്ളതാണ്. മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ രാജാവ് എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ BJPയുടെ മുന്നണി സംവിധാനം. അവർക്ക് കൂടെ കൂടാൻ ആരുമില്ല. അതുകൊണ്ട് അവര് ആദ്യം എന്നാലും നാളെ അവര് കൂടെ കൂട്ടും എന്നതിൽ സംശയമൊന്നും വേണം. അതുകൊണ്ട് BJP ഇപ്പൊ PC ജോർജിനെ ചുമക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ചന്ദനം ചുമന്നവനെ ചന്ദനം നാറുകയും ചാണകം ചുമന്നവനെ ചാണകം നാറും എന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടി ത്തിന്റെ മണം PC ജോർജിനാൽ അവിടെ നിന്ന് വമിക്കപ്പെടുമ്പോൾ ഒന്നെങ്കിൽ ഇവരെടുത്ത് പുറത്തു കളയും, ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ സ്വമേധയാ വെളിയിൽ വരും. അതവിടെ നിൽക്കട്ടെ. PC ജോർജ് ഒന്നും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട അവസ്ഥയേ അല്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ യാതൊരു വാക്കിന് വിലയില്ലാത്ത, എല്ലാ കാലത്തും പറഞ്ഞ വാക്ക് ഒരിക്കലും പാലിച്ചിട്ടില്ലാത്ത, എല്ലാ കാലത്തും രാഷ്ട്രീയ പിമ്പിങ് നടത്തിയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് എന്തിനാണ് അഭിലാഷ സമയം കളയുന്നത്? 2, തൃശ്ശൂർ. അങ്ങനെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം അതാണല്ലോ, എന്തുകൊണ്ട് തൃശ്ശൂർ? തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ നാരിക ശക്തി എന്ന് പറഞ്ഞുള്ള സ്ത്രീജനങ്ങളുടെ വലിയ റാലി നടക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി അവിടുത്തെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു. കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ കല്യാണക്കുറി അടിച്ച് ആരെ വിളിച്ചാലും സ്വാഭാവികമായി എല്ലാവരും പോയി. എനിക്ക് വിളിയുണ്ട്, ഞാൻ പോവാം, അഭിലാഷിന് കിട്ടിയാൽ തെറ്റുണ്ട്. അല്ല, ചെറിയൊരു തെറ്റുണ്ട്. 2 ദിവസങ്ങളായിട്ട് അല്ല, 2 തന്നെയാണ്, 2 ഫംഗ്ഷനുകളാണ്. ഞാൻ കേൾക്കൂ. അങ്ങനെയല്ല. നാരിശക്തി പരിപാടിയിൽ കൂടി വരികയും
അതിനുശേഷം പിന്നീട് വന്ന ദിവസങ്ങളിലാണ് അതെ ഗുരുവായൂരിലടക്കം പോയത്. എന്തുമാട്ടെ കേരളത്തിൽ അടുപ്പിച്ചു വന്നല്ലോ എന്നുള്ളതാകാം. അതിൽ കല്യാണത്തിൽ വന്നതിൽ നമുക്ക് ആർക്കും പ്രശ്നമില്ല, അദ്ദേഹത്തിന് 6 വിവാഹത്തിലും പങ്കെടുക്കാം. ഇനി അദ്ദേഹം നാരീശക്തി പരിപാടിയിൽ പങ്കെടുത്തതിലും നമുക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ പൂഞ്ഞാറിൽ അതേ പാറത്തോടിലുള്ള ചേച്ചിമാരെ അടക്കം ബസ് പിടിച്ച് ഇവർ അവിടെ എത്തിച്ചു. അങ്ങനെയാണ് ഇവർ തൃശ്ശൂരിലെ പരിപാടി വിജയിപ്പിച്ചത്. എനിക്ക് നേരിട്ടറിയാം. പ്രിന്റുവിന് ചർച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താണ് പ്രധാനമന്ത്രി വരുമ്പോൾ എവിടെ നിന്നും ആളെ എത്തിക്കാമല്ലോ. കേക്കൂ. അപ്പോൾ കോൺഗ്രസിന് അതിന്റെ ആവശ്യമില്ല എന്ന് തെളിയിച്ചതാണ് ഇന്നത്തെ റാലി. അതെങ്ങനെയാണ് ശ്രീ വസന്ത അങ്ങനെ പറയാൻ സാധിക്കുക? ഇന്ന് എവിടെ നിന്നൊക്കെയാണ് 21,177 ബൂത്തുകളിൽ നിന്ന് അടക്കമല്ലേ വന്നിട്ടുള്ളത്? കേൾക്കൂ, അവർ പറഞ്ഞത് തൃശ്ശൂരിൽ നാരീശക്തി പറഞ്ഞത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നടത്തിയത്. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരെയാണ് അവിടെ എത്തിച്ചത്. ബൂത്ത് പ്രസിഡന്റുമാരല്ലാതെ KPCCയുടെ നേതാക്കളല്ലാതെ മറ്റൊരു നേതാവും അവിടെയില്ല. ഞങ്ങളുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയാണ്. അത് തുടങ്ങി വെക്കുമ്പോൾ 1-ാം നമ്പർ ശത്രു BJP ആണ് എന്ന് പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ലെന്ന്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തെ തച്ചു തകർക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ ചോദ്യം ചെയ്യുകയാണ് ഒന്നാമത്തെ ലക്ഷ്യം. അല്ല, അവിടെ എന്റെ ചോദ്യം, അതായത് കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല എന്നും CPM-മായി നേരിട്ടാണ് പോരാട്ടമെന്നും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ AICC സെക്രട്ടറി പറയുമ്പോഴാണ് തൃശ്ശൂർ എന്ന പ്രത്യേക സ്ഥലത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു റാലിക്ക് അല്ലെങ്കിൽ മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ കേരളത്തിനും BJP ആണ് പ്രധാന എതിരാളികൾ എന്ന നരേഷനാണോ കൊണ്ടുവരുന്നത്? ഒരിക്കലുമല്ല. BJPയുടെ നമ്പർ അത് ഏറ്റവും കുറവിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇപ്പൊ BJP സാധ്യതയുള്ള മണ്ഡലങ്ങൾ അവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. ഞങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ എക്സസൈസ് ഇൻവെസ്റ്റ് ചെയ്യും. അതിലെന്താ തെറ്റ്? 2 അങ്ങ് ചോദിച്ച കാര്യം, ദീപാജി പറഞ്ഞ കാര്യം, അതായത് കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ? ആരുമായിട്ടാണ് തന്നെ ഇന്ത്യ മുന്നണി ചേരേണ്ടത്? ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ഇതുവരെ റെപ്രസെന്റേറ്റീവിനെ വിടാത്ത, ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ എക്സസൈസ് ആയ ജോഡോ യാത്രയിൽ പങ്കെടുക്കാത്ത, അതിന്റെ അവസാന സമ്മേളനത്തിൽ വരാത്ത, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ ഐക്യത്തിന് കടക്കൽ കത്തിവെക്കുന്ന 3-ാം മുന്നണി എന്ന ആശയം ഉണ്ടാക്കി ഹൈദരാബാദിൽ വണ്ടി കയറിപ്പോയി അവിടെ KCR-നെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് അവിടെ പൂവിട്ട് പൂജിക്കാൻ കൂടെ നിന്ന പിണറായി വിജയനെ CPM-നെ ഞങ്ങൾ മുന്നണിയിൽ ചേർക്കണോ? അത് സാധ്യമല്ലെന്നേ. അത് കോൺഗ്രസിന്റെ എത്രയോ കാലം മുമ്പുള്ള പ്രഖ്യാപിത നിലപാടാണ്. അഭിലാഷൻ ഞാനും ചർച്ചകളിൽ ഞാൻ കേരളത്തിലല്ലേ പറയാൻ സാധിക്കൂ ശ്രീ ബസന്ത്? ഒരിക്കലുമല്ല. കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കാത്ത ഒരു പാർട്ടി എങ്ങനെയാണ് ആ മുന്നണി യോഗത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുക? അങ്ങനെ ഒരു മുന്നണി യോഗത്തിൽ അവരില്ലെന്നേ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഈ അടുത്തയിൽ പ്രതിപക്ഷം ചെയ്ത ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് അതേതാണ്? അത് ജോഡോ യാത്രയാണ്. ആ ജോഡോ യാത്രയുടെ അവസാന വേദിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ട് മാറി നിന്നവരാണ് ഇവർ. 1. 2, 3-ാം മുന്നണി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു UPA ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിൽ പോലും പങ്കുവഹിച്ചത് 3-ാം മുന്നണി. ആ 3-ാം മുന്നണി എല്ലാ പ്രതിപക്ഷ സഖ്യത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സഖ്യത്തെ കടക്കൽ കത്തിവെക്കുന്ന പണിയാണ്. ആ പണിക്ക് ഇറങ്ങിമാരാണ് CPM-കാർ എല്ലാ കാലത്തും. അവർ ഹൈദരാബാദിൽ പോയി 3-ാം മുന്നണി ഉണ്ടാക്കാൻ നോക്കുന്നു, ബംഗാളിൽ പോയി ഉണ്ടാക്കാൻ നോക്കുന്നു. പറ്റിയാൽ പിണറായി വിജയന് പ്രധാനമന്ത്രിയാവാൻ സാധിക്കുമെങ്കിൽ അതിനും തയ്യാറായി ഉടുപ്പും തയ്ച്ചിരിക്കുന്ന ടീംസാണ്. അവരെ ചേർത്ത് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കാം? പിന്നെ ഒന്ന് വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ പ്രഖ്യാപിത ശത്രു 1-ാം നമ്പർ ശത്രു ഞങ്ങൾ കളിക്കുന്ന A ടീമുമായിട്ടാണ്. ആ A ടീം BJP തന്നെയാണ്. പിന്നെ രണ്ടാമത് ഫൈറ്റ് ചെയ്യുമ്പോൾ പുറകിൽ നിൽക്കുന്ന B ടീമും ആ ഫൈറ്റിന്റെ അകത്ത് വരും. ആ B ടീമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, താങ്കൾ ശ്രദ്ധിച്ചു കാണും, അതായത് കേരളത്തിലും തങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു എന്നത് BJP ആണ്. കാരണം ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ ഇതുവരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാത്ത പാർട്ടിയാണ് BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 3-ാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി. 2,93,822 വോട്ടുകൾ ആണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അവിടെയാണ് 1-ാം ശത്രുവായി കോൺഗ്രസ് BJP-യെ കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ശ്രീ രാഹുൽ, താങ്കളോടാണ്. കേൾക്കാമോ? ഞാൻ രാഹുലിലേക്ക് വരാം. സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു. ശ്രീകുമാർ സാർ കൂടി ചേരുന്നുണ്ട്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. സാർ, താങ്കൾ ഈ വസന്തിൻ്റെ പ്രതികരണം അടക്കം ശ്രദ്ധിച്ചു കാണും. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ
വിജയിക്കുക എന്നതിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത്. അത് BJPയും ആവർത്തിക്കുന്ന ഒന്നാണ്. പ്രധാനമന്ത്രിയെ എത്തിക്കേണ്ടടുത്ത് പ്രധാനമന്ത്രിയെ എത്തിക്കും. എന്ത് രാഷ്ട്രീയമാണോ പറയേണ്ടത് ആ രാഷ്ട്രീയം പറയും. അതുപോലെ തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിടേണ്ടത് എന്നതിൽ തർക്കമില്ല. അപ്പോൾ കളമറിഞ്ഞ് കളിക്കുന്നു കോൺഗ്രസും എന്ന നിരീക്ഷണം താങ്കൾക്കുണ്ടോ തൃശ്ശൂരിൽ? ശ്രീ അഭിലാഷ്, ഇത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരുമായിട്ട് നിങ്ങൾ മാത്രം ഇതിനെ ബന്ധപ്പെടുത്തരുത്. ഇത് ഇന്ന് മല്ലികാർജുൻ ഖാർഗെ വന്നത് തൃശ്ശൂരിൽ എന്തോ വലിയ BJP എന്തോ മലമറിക്കാൻ പോകുന്നു, അതിനെതിരെ ആ തോന്നൽ വേണ്ട. ഇത് തൃശ്ശൂരിലത്തെ കാര്യമല്ല. ഇത് KPCC ആവിഷ്കരിച്ച ബൂത്ത് ലെവലിലുള്ള പ്രസിഡന്റുമാരുടെയും അവരുടെ പ്രതിനിധികളുടെയും ഒരു റാലിയാണ്, സമ്മേളനമാണ് തൃശ്ശൂരിൽ നടന്നത്. അത് വൈകുന്നേര സമ്മേളനത്തിൽ മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ചത് തൃശ്ശൂർ തിരഞ്ഞെടുക്കാൻ കാരണം കേരളത്തിന്റെ മധ്യഭാഗമായതുകൊണ്ടാണ്. എന്തുകൊണ്ട് എറണാകുളം തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചാൽ അവിടെ മഹിളാ കോൺഗ്രസിന്റെ ഉത്സാഹം എന്ന് പറഞ്ഞ ഒരു റാലി ഒരു 2 മാസം മുമ്പ് രാഹുൽ ഗാന്ധി ഒന്ന് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് തൃശ്ശൂർ തിരഞ്ഞെടുത്തത്. അല്ലാണ്ട് BJPയെ ഭയന്നിട്ടൊന്നുമല്ല തൃശ്ശൂർ തിരഞ്ഞെടുത്തത്. പിന്നെ ഇതിന്റെ വേറെ നിങ്ങള് ഇവിടെ തൃശ്ശൂര് ഒരു ത്രികോണ മത്സരം ഉണ്ടെന്നുള്ള സത്യമാണ്. അതിൽ മുഖ്യ മത്സരം LDFും UDFും തമ്മിലാണ്, യാതൊരു തർക്കവും വേണ്ട. പിന്നെ BJPക്ക് അവർക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം, അവർക്ക് തൃശ്ശൂർ എടുക്കാം, അതുപോലെ തന്നെ തിരുവനന്തപുരം പിടിക്കണം, 5-6 മണ്ഡലങ്ങൾ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ BJPയുടെ നല്ല കാലം കേരളത്തിൽ കഴിഞ്ഞു അഭിലാഷേ. അത് കഴിഞ്ഞ ശബരിമല കാലമായിരുന്നു. അന്ന് അവർക്ക് അവരുടെ മറ്റേ ചാനലിന് പോലും അന്ന് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അവർക്ക് വോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അപ്പൊ അതൊരു ശക്തിയായിട്ട് BJPയെ ഞാനിത് കാണുന്നില്ല. പക്ഷേ BJPയെ ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ തൊട്ടു മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 17.5% വോട്ട് ഉയർത്താൻ അവർക്ക് സാധിച്ചു 2019. അത് വിജയത്തിലേക്ക് എത്തിയില്ല. അല്ല, അത് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ വരവിൽ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം കുറെ വോട്ട് പിടിച്ചു. അതിനുശേഷം ഇപ്പം പഴയ സുരേഷ് ഗോപി ആ ഒരു വെള്ളിത്തിരയിൽ നിന്നും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു സുരേഷ് ഗോപി അല്ല ഇപ്പോൾ ഉള്ളത്. അല്ല, പക്ഷേ പ്രിന്റുവിനെ പോലുള്ളവർ, പ്രിന്റു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അദ്ദേഹം രാജ്യസഭയുടെ പ്രതിനിധിയാണ് എങ്കിൽ പോലും തൃശ്ശൂർ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഒരുപക്ഷെ TN പ്രതാപനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അവിടെ പരിചിതനായി മാറിയിട്ടുണ്ട് എന്നാണ് പ്രിന്റുവിന്റെ BJPയുടെ അവകാശവാദം. അല്ല, ഒരു ചലച്ചിത്ര നടനെ കൂടുതൽ ആളുകൾ അറിയുമെന്നുള്ളതിൽ എന്താ തർക്കമുള്ളത്? രാഷ്ട്രീയ നേതാവായാലും MP ആയാലും ഒരു സിനിമയിലെ ഒരു താരത്തെ അറിയുന്ന പോലെ നാട്ടുകാരെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെ അറിയുമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് ശ്രീ പ്രിന്റു പറഞ്ഞത് ശരിയായിരിക്കും. അദ്ദേഹം സിനിമാ നടനായതുകൊണ്ട് എല്ലാവരെയും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ പ്രശസ്തമാണ്. അദ്ദേഹം വളരെ നല്ല അഭിനേതാവാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തൃശ്ശൂരിൽ BJPക്ക് ഒരു താല്പര്യം വന്നു എന്ന് വെച്ചാൽ അത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു പ്രത്യേക മേഖലയിൽ സുരേഷ് ഗോപിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിരുന്നു. അത് ഞാൻ ഈ സവർണ വിഭാഗം എന്ന് പറയുമ്പോൾ ഇവര് തെറ്റിദ്ധരിക്കും. കാരണം ഇവരത് സവർണ ജാതി എന്ന് തെറ്റിദ്ധരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എലൈറ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്കാണ്. ആ ഒരു വിഭാഗത്തിനിടയിൽ സുരേഷ് ഗോപി ഒരു കാലഘട്ടത്തിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കിയിരുന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇവിടെ എന്തുകൊണ്ട് BJPയെ ഒരു മുഖ്യ ശത്രുവായി കോൺഗ്രസ് കാണുന്നു എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ BJPയാണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു. പക്ഷെ ഇവിടെ രാഷ്ട്രീയ ശത്രു, തെരഞ്ഞെടുപ്പ് ശത്രു CPM ആണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഇവിടെ തൃശ്ശൂർ തോൽപ്പിക്കേണ്ടത് LDF സ്ഥാനാർത്ഥിയാണ്. അത് തൃശ്ശൂർ CPI സ്ഥാനാർത്ഥിയാണ്, സുനിൽകുമാർ ആണെന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ മുഖ്യ മത്സരം LDF UDF തമ്മിലാണ്. തർക്കമൊന്നും വേണ്ട. അതിനിടയ്ക്ക് ഈ വോട്ടുകൾ, അതായത് സുരേഷ് ഗോപി എന്ന നടൻ സ്വീകരിക്കുന്ന വോട്ടുകൾ BJP സ്വീകരിക്കുന്ന വോട്ടുകളല്ല, സുരേഷ് ഗോപി എന്ന നടൻ, എന്ന അഭിനേതാവ്, എന്ന താരം സ്വീകരിക്കുന്ന വോട്ടുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആ വോട്ടുകൾ എത്രത്തോളം പിടിച്ചു നിർത്താം എന്നുള്ളതായിരിക്കണം കോൺഗ്രസിന്റെ ഒരു താല്പര്യം. അതായത് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹം BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. അപ്പൊ BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ബൂത്തുകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ എത്തിക്കൂ എന്നാണ്. അപ്പൊ ബൂത്തിന്റെ പ്രാധാന്യം BJPക്കും അറിയാം, കോൺഗ്രസിനും അറിയാം, LDFനും അറിയാം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ കോൺഗ്രസിന് അബദ്ധം പറ്റാറുള്ളത് വോട്ട് കാലത്ത് കൃത്യമായിട്ട് അവരുടെ വോട്ട് സമാഹരിച്ച് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു മുൻഗണന അവർ പലപ്പോഴും കാണിക്കാറില്ല. അത് ഇത്തവണ നരേന്ദ്രമോദി പറഞ്ഞതോടുകൂടി കോൺഗ്രസ് മനസ്സിലാക്കി, എന്ത് ബൂത്തുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാകുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ബൂത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സന്ദേശം നൽകലായിരുന്നു ഇന്നത്തെ ഈ സമ്മേളനം. ആ സമ്മേളനം ഞാനത് ദൃക്സാക്ഷിയാണ്.
തൃശൂർ പൂരത്തേക്കാൾ ഭയങ്കരമായ ആളുകൾ എന്ന് വെച്ചാൽ പെരുവനം കുട്ടന്മാരായരുടെ ചെണ്ടവാദ്യം കൂടി ആയപ്പോൾ ഫലത്തിൽ അത് ആനയില്ലാത്ത ആളുകളുടെ മാത്രമുള്ള പൂരമായി മാറി. അത് യാതൊരു സംശയമില്ലാതെ നരേന്ദ്രമോദി പങ്കെടുത്തതിനേക്കാൾ ജനബാഹുല്യം അത് നടത്തിയത് എവിടെയാ? ശ്രീ വടക്കുംനാഥന്റെ തെക്കേ ഗോപുര നട തൊട്ട് നെഹ്റു മണ്ഡപം വരെ. അതാ ഞാൻ പറഞ്ഞത്, ആ പരന്നു കിടന്ന സ്ഥലത്തുള്ള വൻ വിജയമായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാവും. പക്ഷെ ആ വൻ വിജയം എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള വിജയമാണെന്ന് കോൺഗ്രസ് ധരിക്കാനും പാടില്ല. അത് ബൂത്ത് പ്രസിഡന്റുമാരുടെ ആ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മല്ലികാർജുൻ ഖാർഗെ ദേശീയ കോൺഗ്രസ് പ്രസിഡന്റാണ്. കോൺഗ്രസ് പ്രസിഡന്റ് എന്താണ് അവിടെ വിഷയം ചർച്ച ചെയ്തത്? മണിപ്പൂരിലത്തെ കാര്യം, ദേശീയ തലത്തിലുള്ള വിഷയങ്ങള്, അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സ്വാമിമാര്. അയോധ്യയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആരാണ്? പ്രധാനമന്ത്രി. ഇത് മറിച്ചല്ലേ വേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഇന്ന് ചർച്ചയായത്. ആ ചർച്ച എന്തായാലും കോൺഗ്രസിന് ഒരു ആവേശം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ ആവേശം വോട്ടായി മാറണമെങ്കിൽ കോൺഗ്രസ് നന്നായി ഗൃഹപാഠം പഠിച്ച് ബൂത്തുകളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, ഞാൻ നേരത്തെ താങ്കളോട് ഉന്നയിച്ച ചോദ്യം, ഇതിപ്പോൾ ദേശീയ തലത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യശത്രു എന്നത് BJP ആണ്. അതേസമയം കേരളത്തിലേക്ക് എത്തുമ്പോൾ പോലും പ്രധാനപ്പെട്ട എതിരാളിയെ BJP ആയി കാണേണ്ടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ വസന്ത് പറഞ്ഞതിൽ നിന്നടക്കം എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീകുമാർ സാർ പറയുന്നുണ്ട്, ഇത് മിഡിൽ കേരള എന്ന നിലയിലാണ് തൃശ്ശൂർ തെരഞ്ഞെടുത്തത്. നേരത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മഹിളകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടന്നിരുന്നു, അതുകൊണ്ടാണ് എറണാകുളം മാറ്റിയെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അതിന് രാഷ്ട്രീയമായി മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് എന്ന് പല കോണുകളിൽ നിന്നുമുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ബി ടീമിലേക്ക് പോകുന്നുണ്ട്, എതിരാളികളുടെ ബി ടീമിലേക്ക് ഇടതുപക്ഷം മാറുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. ഇല്ല, അങ്ങനെ ഒരു നിരീക്ഷണം വസന്ത് നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിൽ തന്നെയാണ്. അതിനകത്ത് ഒരു സാന്ദർഭികമായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി, അതും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തൃശ്ശൂരിലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു യോഗമല്ല. ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള ബൂത്ത് പ്രസിഡന്റുമാരുടെ ഒരു യോഗം തൃശ്ശൂരിൽ വെച്ച് ചേരുന്നു എന്നേ ഉള്ളൂ. അതിനൊരു തൃശ്ശൂർ എന്ന സ്ഥലത്തിന് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ BJP വിജയ സാധ്യത ഏറെ നിൽക്കുന്ന ഒരു സ്ഥലം, അതുകൊണ്ട് അവിടെ വെച്ച് മറ്റു പാർട്ടികൾ അത്തരത്തിൽ പരിപാടികൾ നടത്തുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അത് തിരുവനന്തപുരത്താകാമായിരുന്നു, എറണാകുളത്താകാമായിരുന്നു, അത് സന്ദർഭവശാൽ തൃശ്ശൂർ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ BJP എന്തോ വലിയൊരു ശക്തിയായി മാറാൻ പോകുന്നു, സുരേഷ് ഗോപി കേരളത്തിലെ BJPയുടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. സുരേഷ് ഗോപി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നിലനിന്നപ്പോ ഒരു താരപരിവേഷത്തോടു കൂടി മത്സരിക്കാനായി വരുമ്പോ ഒരുപക്ഷെ കോടീശ്വരൻ പരിപാടിയൊക്കെ കണ്ട് അദ്ദേഹം ആളുകളെ അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നാണ് നമ്മുടെ ഈ പൊതു സിനിമകൾ ഉണ്ടാക്കി വെച്ച ഒരു ദാർശനികമായ ഒരു പ്രശ്നമാണ്. പൊളിറ്റീഷ്യന്മാരെല്ലാം വലിയ പ്രശ്നക്കാരും ഇത്തരത്തിൽ സാമൂഹ്യ സേവനം നടത്തുന്ന സിനിമാക്കാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളതുപോലെ ഇവർ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരിടത്ത് അൽഫോൺസ് കണ്ണന്താനം വരുന്നു, ഒരിടത്ത് സുരേഷ് ഗോപി വരുന്നു. അപ്പൊ ഇവരെല്ലാം സമൂഹത്തിലെ വലിയ ബിംബങ്ങളായി നിൽക്കുന്നു. എന്നാൽ ഈ പൊതു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരൊക്കെ പ്രശ്നക്കാരാണെന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഒരു ട്രെൻഡിന്റെ ഭാഗമായി പെട്ടെന്ന് വന്നപ്പോ ഉണ്ടായ ഒരു ബഹളമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് സുരേഷ് ഗോപി നിൽക്കുന്നത് ഒരു പ്യുവർ പൊളിറ്റീഷ്യൻ ആയിട്ടാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് നിലവിൽ. അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായ ഒരു പരാജയമാണെന്ന് കേരള സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പലയിടത്ത് നടത്തുന്ന സംഭാഷണങ്ങൾ അവിടെ പാളിപ്പോകുന്നത്, രാഷ്ട്രീയമായ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ പാളിപ്പോകുന്നത്, അദ്ദേഹത്തിന് പൊളിറ്റിക്കലി കേരള ജനതയോട് ഒരു വർത്തമാനം പറയാൻ കഴിയാത്തത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു തൃശ്ശൂരിൽ എന്തോ ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. നമ്മുടെ മുന്നിൽ അദ്ദേഹം കേരളത്തിൽ നിന്നൊരു രാജ്യസഭാ അംഗമാണ്. കേരളത്തിന് അർഹമായി കിട്ടേണ്ട, ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പരിപാടിയുടെ, കോൺഗ്രസിന്റെ പരിപാടിയുടെ ഒരു വലിയ പ്രത്യേകത, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നത് വളരെ പ്രത്യക്ഷമായ ഒരു ക്ലാരിറ്റിയോടുകൂടി ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ശത്രു ആരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം ഇന്നാണ് ദൃശ്യമാകുന്നത്. ഇത്രയും നാൾ അവിടെയും ഇവിടെയും ചെറിയ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി നടത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടെന്നാണ്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഫെഡറലിസത്തെ തകർക്കുന്ന നയങ്ങൾ, നേരത്തെ ഇവിടെ പ്രിന്റ് ചോദിക്കുന്നത് ഫെഡറലിസത്തെ എന്താണ് തകർക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ കേന്ദ്ര ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ പിടിച്ചു കെട്ടി കഴുത്തിനിങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. GST വിഹിതം അടക്കം കൊടുക്കാതിരിക്കുന്ന, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, അത്തരത്തിൽ വലിയ സമര
സമരങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. ഈ ആൾക്കൂട്ടത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇപ്പോ 10,000 പേര് പങ്കെടുക്കുന്നു, 1,00,000 പേര് പങ്കെടുക്കുന്നു. ഏതൊരു അഡ്രസ് ചെയ്തിട്ടില്ല കോൺഗ്രസ് എന്നൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ രാഹുൽ? കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഈ കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നേതാവല്ലേ രാഹുൽ ഗാന്ധി? എത്രയോ തവണ നിരന്തരമായി വിമർശിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യം പോലുമല്ല. കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നതുകൊണ്ട് കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശിക്കേണ്ടി വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്രത്തെയും വിമർശിക്കേണ്ടി വരുന്നുണ്ട്. അതല്ലേ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ പ്രാധാന്യം നൽകുന്നത് കേരളത്തിന്റെ വിമർശനത്തിനായിരിക്കും. അത് സ്വാഭാവികമല്ലേ? അതെ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം, കേരളത്തിലെ കോൺഗ്രസ് പലപ്പോഴും അത് ഒരു ദേശീയമായി പലപ്പോഴും സംസാരിക്കേണ്ട ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തെ അടിക്കാൻ ഒരു വടി കൂടെ കിട്ടിയാൽ അതുകൂടി അടിച്ചിട്ട് പോകാമെന്നൊരു സമീപനം പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ കോൺഗ്രസിനെതിരെ സിപിഎമ്മും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഇപ്പൊ കേരളത്തിന്റെ GST അടക്കമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗവർണർ കേരളത്തോട് കാണിക്കുന്ന സമീപനങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തമായ ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. വ്യക്തമായ സമീപനം ഏറ്റവും ആദ്യം സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് എന്ന് താങ്കൾക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് പോയാൽ മനസ്സിലാകും. ഈ ഗവർണർ കേരളത്തിൽ എത്തിയപ്പോൾ മുതൽ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വിമർശനം വളരെ എന്താണ്, അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ രീതിയിൽ നിൽക്കുന്ന വിമർശനമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്കറിയാം എവിടെയാണ് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്നത്. അത് ആരെയും പരിക്കേൽപ്പിക്കാതെയുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് അടക്കം നടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ നടത്തുന്ന വളരെ പ്രത്യക്ഷമായ പ്രസ്താവനകൾ. എന്നാൽ കോൺഗ്രസിന് ഒരു സംഘടനാ രൂപത്തിൽ ഒരേ അഭിപ്രായം താഴേക്ക് വരുന്ന ഒരു പ്രശ്നം നമുക്ക് താഴേക്ക് കിട്ടുന്നില്ല. അയോധ്യയുടെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടത് അതാണ്. ഒരു വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ ശ്രീ രാഹുൽ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അയോധ്യയിൽ അതിലേക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ വിശ്വാസികൾ നിരവധിയുള്ള ഒരു പാർട്ടി കൂടിയാണ്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളുടെ ഇടമാണത്. സ്വാഭാവികമായും ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷം. സ്വാഭാവികമായി ഇനിയിപ്പോൾ എവിടെ ക്ഷേത്രത്തിന്റെ എന്ത് പരിപാടിയിലേക്ക് ക്ഷണിച്ചാലും പോകേണ്ടതില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ നിസ്സാരമായി അതൊക്കെ പറഞ്ഞു പോകാൻ സാധിക്കുമോ? അല്ല, ഇടതുപക്ഷം അവിശ്വാസികളുടെ ഇടമാണെന്നുള്ള ഒരു പ്രഖ്യാപനം ശരിയായ ഒരു പ്രഖ്യാപനമല്ല. അല്ല, അവിശ്വാസികളുടെ ഇടം എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രത്യയശാസ്ത്രം എന്നുള്ളതാണല്ലോ CPM അടക്കം അല്ലെങ്കിൽ മാക്സിം എംഗൽസും ഒക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനും എന്നാൽ രാഷ്ട്രീയത്തിൽ മതം കലരുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. ഇപ്പൊ നെഹ്റുവിനെ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഖാർഗെയുടെ ഇന്നത്തെ പ്രസംഗം വരുന്നത്. അവിടെ നെഹ്റുവിന്റെ എന്തായിരുന്നു നെഹ്റിയൻ സോഷ്യലിസം എന്നുള്ളത്, നെഹ്റു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് മതം കലരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട കോൺഗ്രസ് പലപ്പോഴും അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത വളരെ വ്യക്തമായി കുറെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പൊതുവിൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇവിടെ നിന്ന് തുടങ്ങുന്നു. അതിനെ പറ്റിയിടാൻ കേരളമാണ്. കേരളം അതിന്റെ ഒരു വലിയ ബദലായി അങ്ങനെയാകുമ്പോൾ പോലും അത് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു തുടക്കം കുറിക്കുമ്പോൾ പോലും അതിന്റെ നേട്ടം കോൺഗ്രസിനല്ലേ ലഭിക്കാൻ പോകുന്നത് കേരളത്തിൽ? അപ്പോഴും അത് തിരിച്ചടിയാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനല്ലേ? ഇല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ബൂത്ത് പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ആരംഭിച്ചു ഒന്നാണ്. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എല്ലാ ബൂത്തിലെയും ആളുകളെ ഒരിടത്തേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മഹാറാലി നടത്തേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തന ശൈലിയല്ല ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലുടനീളം ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ കേന്ദ്രങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരിടത്ത് നരേന്ദ്രമോദി ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നു, ഇപ്പുറത്ത് കോൺഗ്രസ് ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നു. ഈ ആൾക്കൂട്ടങ്ങളൊന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കൂട്ടങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വഴി തെളിക്കുമ്പോൾ അതിനോടൊപ്പം ഒലിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ആൾക്കൂട്ടങ്ങൾ കണ്ടൊന്നും നമ്മൾ ഒന്നിനെയും വിലയിരുത്തേണ്ട കാര്യമില്ല. നവകേരള സദസ് ഇതിന്റെ ഭാഗമായി ഉണ്ടായ ആൾക്കൂട്ടങ്ങളുണ്ടല്ലോ, ഓരോ മണ്ഡലത്തിലും ഉണ്ടായ ആൾക്കൂട്ടങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ആൾക്കൂട്ടങ്ങളല്ല, മറിച്ച് ഏത് തരത്തിൽ രാഷ്ട്രീയമായ ഒരു ഇടതുപക്ഷവും നേട്ടമായി കാണേണ്ടതില്ല. അല്ല, ആൾക്കൂട്ടം എന്നുള്ളത് ഒരിക്കലും ഒരു നേട്ടമല്ല. ആൾക്കൂട്ടം നമ്മുടെ ഒരു താൽക്കാലികമായി നമുക്കൊരു കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള ഒരു രൂപം മാത്രമാണ്. ആൾക്കൂട്ടങ്ങൾ കണ്ട് ആരും ഭയക്കേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ പരിപാടി നടക്കുമ്പോൾ നരേന്ദ്രമോദി വരുമ്പോൾ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മൈതാനി മുഴുവൻ നിറയുന്നുണ്ട് എന്നുള്ളതൊന്നും ഒന്നിന്റെയും ലക്ഷണമല്ല. ഏറ്റവും റൂട്ടിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ബൂത്ത് തല പ്രവർത്തനങ്ങൾ, ഏറ്റവും റൂട്ടിൽ വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾ, റൂട്ടിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. അവിടെയാണ് ഈ പ്രവർത്തനം നടക്കേണ്ടത്. ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ ബലത്തിലല്ല ഇത്തരം
പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതെന്നുള്ളതാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ പ്രിന്റു, ഈ 3 പാനലിസ്റ്റുകളുടെ അഭിപ്രായം താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഒരു നടൻ എന്ന നിലയിൽ ഇതിപ്പോൾ ഇന്ന് നടന്നതിനെ തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും തൃശ്ശൂർ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ BJP ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമാണ് എങ്കിൽ പോലും ആ മണ്ഡലം BJPക്ക് കൈ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മറ്റു പാനലിസ്റ്റുകൾ. അതിന് കാരണവും അവർ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത, ഒരു പുതുമോടി, അതൊന്നുമില്ല ഇപ്പോൾ സുരേഷ് ഗോപിക്ക്. ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനെ സുവർണാവസരം എന്നാണല്ലോ ശ്രീധരൻപിള്ള വിശേഷിപ്പിച്ചിരുന്നത്. ആ സുവർണാവസരം കഴിഞ്ഞു എന്നുള്ളതാണ് വിലയിരുത്തൽ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഈ 2,93,000 എന്ന വോട്ട് പോലും നിലനിർത്താൻ BJPക്ക് സാധിക്കില്ല തൃശ്ശൂരിൽ എന്ന് വിലയിരുത്തുന്നു മറ്റുള്ളവർ. അല്ല സാർ, അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, സുരേഷ് ഗോപിയുടെ താരപരിവേഷം BJPക്ക് ഗുണമാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും തർക്കമില്ല, പാനലിസ്റ്റുകൾക്കും തർക്കമില്ല. ഞാൻ പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂർ BJPയുടെ ജില്ലാ നേതൃത്വം ഗ്രാസ് റൂട്ട് ലെവലിൽ കൃത്യമായിട്ട് അടുത്തൊരു 5 വർഷത്തെ പ്ലാനിംഗ് കഴിഞ്ഞു സാർ. ഒന്ന് നോക്കൂ, 1275 ബൂത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റിന്റെ അകത്തുള്ളത്. 1275 ബൂത്തിനകത്ത് 15,000 പ്രവർത്തകർ കഴിഞ്ഞ 6 മാസമായിട്ട് ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു സാർ. ശരി സുരേഷ്, ഈ കോൺഗ്രസിന്റെ ബൂത്ത് തല പ്രവർത്തനം ഇന്ന് ആരംഭിച്ചുള്ളൂ. ഒന്നാമത്തെ ഫാക്ടർ. 2, BJPക്ക് 2,42,000 മെമ്പർഷിപ്പ് ഉള്ള ജില്ലയാണ് ഈ തൃശ്ശൂർ പാർലമെന്റ് മാത്രം. 2,42,000 മെമ്പർഷിപ്പ് ഉള്ള സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി, സംഘടനാ ദൗർബല്യം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, BDJSന്റെ സംസ്ഥാന തവണ ലഭിച്ചത് 2,93,000 വോട്ടല്ലേ? ഞാൻ പറയുന്നത് ഇന്ത്യയിലെ RSS പ്രവർത്തനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, അങ്ങനെ പറയില്ല സാർ. ഞാൻ പറയട്ടെ ബസന്ത, ഞാൻ പറയട്ടെ. BDJSന്റെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു സുരേഷ് ഗോപി വരുന്നതിനേക്കാൾ മുമ്പ് സ്ഥാനാർത്ഥി. പിന്നീട് സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റിനകത്ത് കേവലം 16 ദിവസമാണ് പ്രവർത്തിക്കുന്നത്. 16 ദിവസം കൊണ്ട് സുരേഷ് ഗോപി 2,92,000 വോട്ട് പിടിക്കുന്നു, 93,000 വോട്ട് പിടിക്കുന്നു. ഇതിന് മുൻപ് 2009 കഴിഞ്ഞ 5 വർഷത്തേക്കാൾ എത്ര കൂടിയിട്ടുണ്ട് എന്ന കണക്കുണ്ടോ ശ്രീ പ്രിന്റു? അല്ല സാർ, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഏകദേശം ധാരണയുണ്ടോ? ഞാനൊരു സംശയമായി ചോദിച്ചതാണ്. അതായത് 2,90,000 താങ്കൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് മെമ്പർഷിപ്പ് മാത്രം 2,42,000 ഉണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ വർധനമുണ്ടോ അതിൽ? അതെയോ ആ കാലഘട്ടത്തിലും ഏതാണ്ട് ഇത് തന്നെ ആയിരുന്നോ എന്നുള്ളതാണ്. അല്ല സാർ, മെമ്പർഷിപ്പിന്റെ പ്രവർത്തനം നമുക്കറിയാലോ. ഈ തൃശ്ശൂരിൽ 16 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. 16 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. അതിൽ 10 ലക്ഷത്തോളം വോട്ടാണ് പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഈ BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം. സ്വാഭാവികമായിട്ട് 39% വോട്ടാണ് നമ്മുടെ പ്രതാപന് കിട്ടിയത്. 30% LDFന്റെ സ്ഥാനാർത്ഥിക്ക്. BJPക്ക് 28.2% വോട്ട്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് സാഹചര്യം 16 ദിവസം കൊണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയ ട്രെൻഡ്. ഇത് ഞങ്ങളുടെ സംഘടനാ സംവിധാനം സിസ്റ്റമാറ്റിക് ആയി അടിത്തറയിൽ പ്രവർത്തിക്കുന്നു. ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം സുരേഷ് ഗോപി ഫാക്ടർ. മൂന്നാമത്തെ ഘടകം സുരേഷ് ഗോപിയും നരേന്ദ്രമോദി സർക്കാരും തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി. ഇപ്പൊ സർ, തൃശ്ശൂർ നഗരത്തില് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് 100 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. നിങ്ങൾ തൃശ്ശൂർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കൂ. തൃശ്ശൂരിലെ കോർപ്പറേഷന്റെ മേയറുണ്ട് വർഗീസ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയാണ് ഈ പ്രതാപന്റെ വാഗ്ദാനം വായുവിലും സുരേഷ് ഗോപിയുടെ വാഗ്ദാനം കയ്യിലുമെന്നാണ് വർഗീസ് പറഞ്ഞത്. വർഗീസ് കോൺഗ്രസ്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പൊ LDFന്റെ പിന്തുണയോട് കൂടിയിട്ട് അവിടുത്തെ കോർപ്പറേഷന്റെ മേയറാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം 1 കോടി രൂപയാണ് ഇന്ന് മത്സ്യ മാർക്കറ്റിന് അനുവദിച്ചിട്ടുള്ളത്. മത്സ്യ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കൂ. നമുക്കറിയാം തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം മുഴുവൻ അദ്ദേഹം ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് മുഴുവനായിട്ട് എന്ത് ചെയ്തു? ഓക്സിജൻ സിലിണ്ടർ സ്വന്തം മകളുടെ പേരിലാണ് അദ്ദേഹം നടത്തിയത്. കയ്യിലെ പണം എടുത്തിട്ടാണ്. തൃശ്ശൂരിൽ ജില്ലയിൽ മാത്രം 72ഓളം വീടുകൾ സ്വന്തം കയ്യിലെ പണം കൊണ്ട് സുരേഷ് ഗോപി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. രാജ്യസഭാ MP എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പദ്ധതി വിഹിതങ്ങൾ നോക്കൂ. അദ്ദേഹം ഈ BJP ഭരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ പഞ്ചായത്ത്, ഈ അവിനിശ്ശേരി പഞ്ചായത്തിനെ ദത്തെടുത്തുകൊണ്ട് ഏറ്റവും സമ്പൂർണ്ണമായി മോഡി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരളത്തിലെ ഏറ്റവും നമ്പർ 1 പഞ്ചായത്ത് അവിനിശ്ശേരി പഞ്ചായത്ത് ഈ പാർലമെന്റിനകത്താണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, 3 രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. പിന്നെ ഇവർ പറയുന്നത് പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ നമ്മുടെ ശ്രീകുമാർ സാർ പറഞ്ഞു, ഈ തൃശ്ശൂർ നമ്മളെ ടൗണിനകത്തുള്ള ഈ സവർണ വിഭാഗത്തിൽ മാത്രമാണ് ഞങ്ങളുടെ സ്വാധീനം എന്ന് നിങ്ങൾ പറയല്ലേ? ഞങ്ങളുടെ സ്വാധീനം സത്യത്തിൽ തൃശ്ശൂരിനേക്കാൾ വോട്ട് കിട്ടിയിട്ടുള്ളത് പിന്നോക്ക വിഭാഗം താമസിക്കുന്ന മത്സ്യപ്രവർത്തകരടക്കം താമസിക്കുന്ന മണലൂരിലും അതോടൊപ്പം തന്നെ നാട്ടികയിലും ഈ താങ്കൾ പറയുന്നത് പോലെ, അതായത് ഈ തൃശ്ശൂർ മണ്ഡലത്തെ പരിശോധിച്ചാൽ ഏതാണ്ട് 40%-ഓളം ഹൈന്ദവേതര വോട്ടുകളുണ്ട്.
അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് മെജോറിറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് വളരെ കൃത്യമായി കോൺഗ്രസ് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് BJP വഞ്ചിക്കുന്നത് എന്നാണ് ഇന്ന് കോൺഗ്രസ് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായി ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വരുമ്പോഴാണല്ലോ ഇത്തരം വിഷയങ്ങളെല്ലാം സജീവമാകുന്നത്. അത്തരം വിഷയങ്ങളെ സജീവമാക്കുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് താങ്കൾ പറയുന്നത് പോലെ അത്ര പറയൂ. സഭയുടെ അകത്തളങ്ങളിലെ ദല്ലാളന്മാരായിരുന്ന കോൺഗ്രസ്സുകാരെ മുഴുവൻ സഭാ നേതൃത്വം പടിയടച്ച് പിണ്ടമിച്ചു സാർ. പണ്ട് കാലത്ത് ഈ സഭാ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പേൻ ഇതുപോലെയുള്ള കുറെ കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇന്ന് കൃത്യമായിട്ട് സഭാ നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ആരെയാ ഈ CPM-കാരും കോൺഗ്രസ്സുകാരും പറയുന്നത് അതുപോലെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളാണ് ഈ പ്രബുദ്ധരായിട്ടുള്ള സഭാ നേതൃത്വം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മണിപ്പൂരിലെ വിഷയത്തെ വൈകാരിക അവസ്ഥയ്ക്കപ്പുറത്ത് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് സഭാ നേതൃത്വത്തിന് അറിയാം. ഈ സഭാ നേതൃത്വത്തെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും തെറ്റിദ്ധരിപ്പിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, മാർപ്പാപ്പയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കേരളത്തിലെ സഭാ നേതൃത്വം വിദേശത്തേക്കുള്ള വിസകളുമായി ബന്ധപ്പെട്ടുള്ള ഇളവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സഭ നേരിടുന്നുണ്ട്. അതാണ് ആ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ലല്ലോ എന്നുള്ളതാണല്ലോ ഇതിൽ പ്രധാനം. അല്ലെ, എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് പറയുന്നത് സാർ? മണിപ്പൂർ പോലെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭാ നേതൃത്വത്തെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് കോൺഗ്രസ്സുകാർ കരുതണ്ട, കമ്മ്യൂണിസ്റ്റുകാരും കരുതണ്ട. റബ്ബർ വിലയടക്കമൊക്കെ പറഞ്ഞല്ലോ. ഈ സഭ പറയുന്നതും എന്താണ്? നിങ്ങൾ റബ്ബറിന്റെ വില ഉയർത്തൂ എന്നല്ലേ ഈ സഭാ നേതൃത്വവും ഒക്കെ പറയുന്നത്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിനകത്ത് ആഗോള മാർക്കറ്റിനനുസൃതമായിട്ട് നീങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് ചില താങ്ങുവില കാർഷിക മേഖലയാണല്ലോ. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ UPA സർക്കാരിന്റെ ഈ NDA സർക്കാരിന്റെ താങ്ങുവില സാറൊന്ന് പരിശോധിക്കൂ. മലയോര കർഷകരാണല്ലോ ക്രൈസ്തവ നേതൃത്വം. ഈ മലയോര മേഖലയിലുള്ള ക്രൈസ്തവരുടെ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട താങ്ങുവില, ആ താങ്ങുവില കൃത്യമായിട്ട് കൊടുക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാരാണ്. അപ്പൊ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ, സഭയുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ ഇത് കൃത്യമായിട്ട് നല്ല ഊഷ്മള ബന്ധത്തിലാണ്. ആ ഊഷ്മള ബന്ധം ഒന്ന് തെറ്റിക്കാൻ നോക്കണ്ട. അതൊന്ന് ക്രിസ്ത്യൻ സമുദായം. രണ്ട്, ഈ പിന്നോക്ക വിഭാഗത്തിൽ ഇപ്പൊ SNDPക്ക് കൃത്യമായി സ്വാധീനമുള്ള ജില്ലയാണ് തൃശ്ശൂര്. കൃത്യമായി ഹിന്ദുക്കളിലെ ഭൂരിപക്ഷം സത്യത്തിൽ ഈ തൃശ്ശൂർ മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും SNDP ആണ്, ഈഴവ സമൂഹമാണ്. ഈഴവ സമുദായം കൃത്യമായിട്ട് SNDP അടക്കമുള്ള BDS അടക്കമുള്ള ആളുകൾ ഇന്ന് BJPയുടെ കൂടെയാണ്. രണ്ട്, KPMS 10% പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനസംഖ്യ ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഈഴവ സമുദായത്തിലൊക്കെ എത്രത്തോളം സ്വാധീനമുണ്ട് ശ്രീ പ്രിന്റു? താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? സാർ, അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ബൂത്ത് ലെവലിലുള്ള മുകളിലേക്കുള്ള സംഘടനാ ശ്രേണി നോക്കിക്കഴിഞ്ഞാലും BJPയുടെ ജില്ലാ നേതൃത്വം നോക്കിക്കഴിഞ്ഞാലും ഇനി എന്തിനധികം പറയുന്നു, സ്വാഭാവികമായിട്ട് ഈ SNDPക്ക് അറിയാം. SNDP സർക്കാർ കൃത്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലയാണ് SNDP. SNDPയുടെ പ്രവർത്തകർ ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാവും. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മണലൂര്, നാട്ടിക അടക്കമുള്ള ഈഴവ പിന്നോക്ക മേഖലയിൽ BJPയുടെ വോട്ട് ഷെയർ നിങ്ങളൊന്ന് പരിശോധിക്കും. ഈഴവ വോട്ടുകളിൽ വലിയൊരു ശതമാനവും ഇടതുപക്ഷത്തിനൊപ്പവുമാണ് എന്ന് ഈ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അല്ല, ആ പാറ്റേൺ മാറി സാർ. ഇടതുപക്ഷം ഈഴവ വോട്ടിനെ ബാലൻസ് ചെയ്യുന്നത് മുസ്ലിം വോട്ട് കൊണ്ടല്ല സാർ. ട്രഡീഷണൽ ആയിട്ടുള്ള ഈഴവ പിന്നോക്ക വോട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എവിടെ BJPക്ക് വോട്ട് വരും സാർ? നിങ്ങൾ നോക്ക്, BJPയുടെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങളൊന്ന് പരിശോധിക്കും. ഓരോ സ്ഥലത്ത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കും. ഇതിനെ ബാലൻസ് ചെയ്യുക മുസ്ലിം വോട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാതെ മുന്നോട്ട്. അതുകൊണ്ടല്ലേ ഈ മുസ്ലിം പ്രീണം ഇടതുപക്ഷം ചെയ്യുന്നത്. അല്ലെങ്കിൽ നോക്കൂ, ഈ നമ്മൾ നോക്കൂ, നിങ്ങൾ BDJS അടക്കം ഞാൻ പറയും BDJS അടക്കം കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ മത്സരിച്ച BJP സുരേഷ് ഗോപിയല്ല, അവിടെ BJPയുടെ വോട്ടിംഗ് ശതമാനം നിങ്ങളൊന്ന് പരിശോധിക്കും. 30,000-ൽ കൂടുതലാണ് സാർ. 30,000-ൽ കൂടുതൽ വോട്ടില്ലാത്ത ഒരു മണ്ഡലം പോലും അപൂർവ ചില രണ്ടോ എന്താ സാർ വിജയത്തിലേക്ക് എത്തണ്ടേ? അതിപ്പോൾ താങ്കളിപ്പോൾ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ വോട്ടുനില പരിശോധിച്ചാൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. പക്ഷേ ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ആരാണ്? വിജയം എന്നതാണല്ലോ പ്രധാനപ്പെട്ടത്. അല്ല, ഇതിനകത്ത് തൃശ്ശൂരിൽ വോട്ടിംഗ് പാറ്റേൺ ഞാൻ സാറോട് പറയാം. ഈ തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നല്ലോ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചത്. അദ്ദേഹം ജയിച്ചിരുന്നൊക്കെ 52% കൂടുതൽ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത്. അവസാനത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ 52% വോട്ട് കൂടുതൽ അദ്ദേഹം ജയിച്ചിട്ടുള്ളത്.
ഇന്ന് നിങ്ങൾ തൃശ്ശൂരിലെ മണ്ഡലത്തിൽ ഇപ്പൊ വെസ്റ്റ് മണ്ഡലം ആയിക്കോട്ടെ, ഇനി നാട്ടിക ആയിക്കോട്ടെ, ഗുരുവായൂർ, ഈ വോട്ടിങ്ങിന്റെ ഷിഫ്റ്റ് നിങ്ങൾ നോക്കും. ബിജെപിയിലേക്കുള്ള ഷിഫ്റ്റ് നിങ്ങൾ നോക്കുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 17% വർധനമുണ്ട്. അതാണ് ശ്രീ വസന്ത് വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നത്. ഒന്ന്, ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രാജാജി മാത്യു എന്ന് പറയുന്ന ദുർബലനായിട്ടുള്ള, പ്രതാപന് വേണ്ടി ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുപക്ഷം വിട്ടുകൊടുത്തിരുന്നത്. അദ്ദേഹത്തിന് മെയിൻ പരിപാടിയായിരുന്നു, അദ്ദേഹം പണ്ട് ഈ കമ്മ്യൂണിസം പഠിക്കാൻ വേണ്ടി റഷ്യയിൽ പോയി വന്ന് തിരിച്ച് സ്ഥാനാർത്ഥിയെ പല ഘട്ടങ്ങളിൽ ഞാൻ പിന്നെ സ്ഥാനാർത്ഥി വ്യക്തിപരമായി ആരെയൊന്നും പറയുന്നില്ല. ഈ രാജാജി മാത്യു എന്ന ദുർബലൻ ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രിയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ഉണ്ടായത്. അതിനു മുമ്പ് അവിടെ ജയിച്ചത് ആരാ? ജയദേവനല്ലേ? ജയദേവന്റെ. പക്ഷേ രാജാജിയും 3,21,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ശ്രീ വസന്ത്, അതാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ എന്നത്. ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം, അതായത് ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്തുണ്ട്. ആ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുക. ഒപ്പം കേന്ദ്രത്തിൽ BJP തന്നെയാണ് ഇനിയും അധികാരത്തിലിരിക്കാൻ പോകുന്നത് എന്ന ട്രെൻഡ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു MP ഉണ്ടാകുന്നുവെങ്കിൽ അത് BJPയിൽ നിന്നാണ് എങ്കിൽ കൂടുതൽ ഗുണകരമാകും എന്ന ഒരു പൊതു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. അതോടൊപ്പം ക്രൈസ്തവ വോട്ടുകളെ അടക്കം എത്രത്തോളം അടുപ്പിക്കാമോ അത്രത്തോളം അടുപ്പിക്കുക. അങ്ങനെ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ നേടിയ 2,93,000 വോട്ട് എന്നതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക, സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകളിൽ വലിയ സ്വാധീനം ചെലുത്തുക, അങ്ങനെ ഒരു പാറ്റേൺ ആണ് BJP പ്രതീക്ഷിക്കുന്നത്. അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പ്രിന്റുവിന്റെ ഉത്തരം പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, നോക്കൂ, SNDP പ്രാവശ്യം ഞങ്ങളുടെ കൂടെയാണ്. SNDP എന്ന് ഉദ്ദേശിച്ചത് BDJS-നെയാണ്. തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന SNDPയുടെ ആരാധനായ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ മകൻ, അദ്ദേഹത്തിന്റെ ആയ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണല്ലോ BDJS. കഴിഞ്ഞ തവണ നിങ്ങളുടെ സുരേഷ് ഗോപി മത്സരിക്കുമ്പോഴും അവിടെ നിങ്ങളുടെ കൊടികളുടെ കൂടെ ചേർത്ത് കൊട്ടിയ കൊടി തന്നെയാണ് BDJS-ന്റേത്. അന്നും BDJS നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മറിക്കാത്ത മലയൊന്നും ഈ തവണ BDJS-ന് മറിക്കാൻ പോയിട്ട് ഇളക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത് പറഞ്ഞു, ഞങ്ങളെല്ലാം, അതായത് കോൺഗ്രസ് നേതാക്കളെല്ലാം അരമനകളുടെ അകത്തളങ്ങളിലാണ്. യോഗ്യരായവരെ അരമനകൾ അകത്തളങ്ങളിലും അയോഗ്യരായവരെ, വലിയ യോഗ്യതയൊന്നും ഇല്ലാത്തവരെ അരമനകൾ അടുക്കളപ്പുറത്ത് വരുത്തിയാണ് ശീലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP നേതാക്കളെല്ലാം കഴിഞ്ഞ കുറച്ച് കാലമായി അരമനകളുടെ അടുക്കളപ്പുറം നിരങ്ങി നടക്കുന്നുണ്ട്. അതിന്റെ ഫലം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാണാം. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിൽ റബ്ബർ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എനിക്കറിയാം റബ്ബർ കർഷകന്റെ വില വളരെ കൃത്യമായി, വിഷമം താമരശ്ശേരി പിതാവ് വളരെ കൃത്യമായി 300 രൂപയാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലെന്താ തെറ്റ്? പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവിടെ വന്ന് ക്രിസ്മസ് കേക്ക് കഴിച്ച് മടങ്ങിപ്പോയ വകയിൽ ചെലവ് നഷ്ടം അല്ലാതെ വേറെ ഒരു മൂവ്മെന്റും ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് ഒരു പണിക്കും കൊള്ളില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ ബഹുമാനപ്പെട്ട താമരശ്ശേരി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട്, ഗ്രഹാം സ്റ്റെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് മറക്കാനാകുമോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും പൂജയും നടത്തിയ ദിവസം നിങ്ങളെ പോലെ ചെറുപ്പക്കാരിങ്ങനെ ഗ്രഹാം സ്റ്റൈൽസിന് ഈ ഒരു 25 കൊല്ലം മുമ്പ് വന്നിട്ട് ഇപ്പൊ തന്നെ പറയട്ടെ പ്രിന്റു, ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ കൈ ഉയർത്തല്ലേ ചെയ്തേ. നിങ്ങൾ രാഷ്ട്രം പൂജ നടത്തുന്ന, അതായത് നിങ്ങൾ സന്യാസി വര്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്താണ് പറയുന്നത് ശങ്കരാചാര്യ പീഠങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കാതെ നിങ്ങൾ വളരെ കൃത്യമായി പ്രധാനമന്ത്രി അവിടെ ഒരു സന്യാസി വര്യനായി അവതരിപ്പിച്ച നിങ്ങളുടെ ഡ്രമാറ്റിക് ഇനാഗുറേഷൻ ഓഫ് എന്താ പറയുന്നത് രാംലല്ല ഉണ്ടല്ലോ, അന്ന് വലിയൊരു പ്രത്യേകത കൂടിയാണ്. പറയട്ടെന്ന് നിങ്ങൾ വരുമ്പോ ഇത് പാർലമെന്റ് അല്ല, ഒന്ന് പറഞ്ഞ അടുത്ത ആള് പറയുമ്പോൾ ഇറക്കി വിടുന്ന പരിപാടി നടക്കുന്നത്. ഇത് ചാനൽ ചർച്ചയല്ലേ? അപ്പൊ കേക്ക് 25 കേൾക്കുന്ന രാംലല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഞങ്ങളെ വെളിയിലാക്കി കളയോ? രാംലല്ല വെളിയിലാക്കുന്നില്ല, നിങ്ങൾ സഭ്യമായ കാര്യങ്ങൾ പറയൂ, അത് ഇടപെടും. ഞാൻ പറയുമ്പോൾ നമ്മൾ ഇടപെടും. നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നത് അഭ്യാസം ഭീഷണിയൊന്നും വേണ്ട, അഭ്യാസം ഭീഷണിയൊന്നല്ല. ഡ്രാമാറ്റിക് രാംലല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് രാംലല്ല പറയുന്ന അധികാരം തന്നിട്ടുള്ളത്? ഡ്രാമാറ്റിക് രാംലല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുള്ളത്? എന്റെ ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അങ്ങനെയുള്ള മതപരമായിട്ട് അധിക്ഷേപമൊന്നും വേണ്ട. നിങ്ങൾ മാന്യമായിട്ട് പറയൂ. അല്ല, അങ്ങനെയല്ല, അതിനെ മതപരമായ അധിക്ഷേപമല്ല. അവിടെ
വസന്ത് ഉപയോഗിച്ചത് ആ സാഹചര്യത്തെ നാടകീയമായി സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പിന് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അല്ലല്ല, നമുക്ക് അങ്ങനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല, ചർച്ച അവസാനിപ്പിക്കണം. തൽക്കാലം എനിക്കെതിരെ ഒരു വർഗീയ അധിക്ഷേപം ഉയർത്തണ്ട. ഏതായാലും അടുത്തൊന്നും ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭയിലോ പഞ്ചായത്തിലോ ഒന്നും മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തന്നെ എന്നെ അതിലേക്ക് വലിച്ചെടുക്കണ്ട. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് ഇംഗ്ലീഷ് മത്സരമാകാത്ത എന്റെ കുറ്റമല്ല. നിങ്ങൾ അവിടെ ഒരു നാടകീയമായ അവസ്ഥ സൃഷ്ടിച്ചു. അവിടെ അല്ല, ഇതെന്ത് എന്റെ അഭിലാഷേ ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് എന്നെ വിളിക്കും? പറയൂ വസന്ത്, പറയൂ. ഞാൻ പറഞ്ഞ വാക്ക് അത് അതേപടി നിങ്ങൾ ഇംഗ്ലീഷ് അറിയാതെ ഏതായാലും BJP നേതാക്കളോ ടോം വടക്കനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും, ജീവനോടുണ്ടല്ലോ. അപ്പൊ ടോം വടക്കനോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ ശങ്കരാചാര്യ പീഠങ്ങളെ ബഹുമാനിക്കാതെ നാടകീയത കളിച്ചു. അവിടെ രാംലല്ലയെ ഒരു നാടകത്തിന് കേന്ദ്ര കഥാപാത്രമാക്കി നിങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ ആ രാംലല്ല എന്ന് പറയുന്ന വിഗ്രഹത്തെ, ആ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ അപമാനിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഇനി പറയട്ടെ, 25 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചുട്ടരിച്ചു കൊന്ന ഒരു ഗ്രഹാം സ്റ്റേനും 2 കുട്ടികളുമുണ്ട്. അവരെ മറക്കാൻ സാധിക്കുമോ? അതിനുശേഷം സ്റ്റാൻ സ്വാമി അദ്ദേഹം ഏറ്റവും അവസാനം CBIക്ക് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്, എന്റെ ലാപ്ടോപ്പിലേക്ക് ഞാൻ അറിയാത്ത മാൽവെയറുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഒരു ഡേറ്റ കുക്കിംഗ് എന്റെ ലാപ്ടോപ്പിൽ നടന്നു എന്ന് CBIക്ക് കൊടുത്ത മൊഴിയിലുണ്ട്. ആ ഡേറ്റ കുക്കിംഗ് നടത്തിയത് ഭരണകൂടമാണ് എന്നാണ് ഞങ്ങളുടെ ആരോപണം. എന്താ അതിനകത്ത് തെറ്റുണ്ടോ? അപ്പൊ ഇതൊന്നും മറക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് പൂർണ്ണമായും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായി പറയുന്നതല്ല, ഞാൻ പറഞ്ഞത് ഒരു കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമാണ്. ക്രിസ്ത്യൻ സമൂഹം അത് മറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇനി ഒരു കാര്യം കൂടി, BJPയുടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, BJPയുടെ പറ്റി പ്രിന്റു പറഞ്ഞല്ലോ. പ്രിന്റു കേക്ക്, നിങ്ങൾ ഈ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചതിന് ശേഷം ഈ സംസ്ഥാനത്ത് ചില തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അവിടെ നിങ്ങൾക്കുണ്ടായ വോട്ട് ഷിഫ്റ്റ് 2%. 2% കൂടിയതല്ല കേട്ടോ, കുറയുകയാണ് ചെയ്തത്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 1.8% വോട്ടുകൾ നിങ്ങൾക്ക് നഷ്ടമായി. അതിനുശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങളുടെ ഏറ്റവും വ്യത്യസ്തനായ ക്യാൻഡിഡേറ്റിനെ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയില്ലോ. 6% BJPയുടെ വോട്ട് നഷ്ടപ്പെട്ടത്. തൃക്കാക്കരയിൽ 6%. അവസാനം പുതുപ്പള്ളിയിൽ വന്നു. പുതുപ്പള്ളിയാണല്ലോ ഏറ്റവും റീസെന്റ് നടന്ന തെരഞ്ഞെടുപ്പ്. നിങ്ങളുടെ വോട്ടുണ്ടല്ലോ 8.9% നഷ്ടം നിങ്ങൾക്ക് വോട്ടിലുണ്ടായി. അപ്പൊ പ്രിന്റു ശരിയാണ്. പ്രിന്റു, ഈ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ BJP വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അത് പടവലം പോലെ താഴോട്ടാണ്. ആ വളർച്ച ഈ തവണയും ഉണ്ടാവും. കഴിഞ്ഞ തവണ 2.25 ലക്ഷം വോട്ട് കിട്ടിയെങ്കിൽ ഈ തവണ 1,75,000 വോട്ടിന്റെ മുകളിലേക്ക് സുരേഷ് ഗോപിക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു പ്രവചന റിസൾട്ട് വരുമ്പോൾ. ശരി. ശ്രീകുമാർ സാർ, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇതിപ്പോൾ തൃശ്ശൂരിലേക്ക് മാത്രം ഉള്ള ഒന്നായി നമ്മൾ വിലയിരുത്തേണ്ടതില്ല എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിൻ്റെ ബലഹീനതയായി പറയുന്നത് സംഘടനാ സംവിധാനത്തിലെ പിഴവുകളാണ്. ഇന്നിപ്പോൾ അതിന് ഒരു വലിയ മാറ്റമുണ്ടാകുന്നു എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? പൊതുവെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഈ നേതാക്കളെയും അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തെയും ഒക്കെ ഉണർത്താൻ കോൺഗ്രസിന് ഇന്നത്തെ ഈ ചടങ്ങിലൂടെ, മഹാസഭയിലൂടെ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് തെരഞ്ഞെടുപ്പിലടക്കം പൊതുവെ കേരളത്തിൽ പ്രതിഫലിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീ അഭിലാഷേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൗദ്യോഗികമായിട്ട് തുടക്കം കുറിക്കാൻ എത്തിയത്. സാധാരണത്തിൽ അത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മറ്റേ പ്രിയങ്ക ഗാന്ധി, അങ്ങനെയൊക്കെയുള്ള നെഹ്റു കുടുംബത്തുമായി ബന്ധപ്പെട്ട താരമൂല്യമുള്ള നമ്മൾ സാധാരണ പറയുന്ന ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് വന്നു എന്ന് ചോദിച്ചാൽ, അത് ദേശീയ തലത്തിൽ BJP വിരുദ്ധ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമതി മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചൊരു നേതാവാണ് മല്ലികാർജുന ഖാർഗെ. അത് കേരളത്തിലെ എല്ലാവർക്കും സ്വീകാര്യനായ, അതായത് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ BJPയിലുള്ള പോലെ ഒരു സർവാധിപത്യത്തിന്റെ ഒരു പ്രതീകമല്ല. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട AICC പ്രസിഡന്റാണ്. അദ്ദേഹമാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ CPM-ഉം അതുപോലെ തന്നെ BJPക്കും ഒക്കെ അവരുടേതായ രാഷ്ട്രീയം പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഇവിടെ ശ്രീ പ്രിന്റു അദ്ദേഹം ഈ ന്യൂനപക്ഷത്തെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം 4 ദിവസമായിട്ടുണ്ടാവുള്ളൂ തൃശ്ശൂർ അതിരൂപത ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയുടെ തലവാചകം ഈ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ്. മോദിയുടെ ഗ്യാരണ്ടിയെ വിമർശിച്ചുകൊണ്ടാണ് അവര് തൃശ്ശൂർ അതിരൂപത
പ്രസ്താവന ഇറക്കിയത്. തൃശ്ശൂർ അതിരൂപത എന്ന് വെച്ചാൽ തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിലെ പെട്ട ഇരിങ്ങാലക്കുട രൂപതയും തൃശ്ശൂർ അതിരൂപതയുമാണ് രണ്ട് പ്രധാനപ്പെട്ട മറ്റേ ക്രൈസ്തവ വേദികൾ. അത് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഞാൻ സവർണ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു, സവർണ ജാതിയല്ല, എലൈറ്റ് ക്ലാസ് ആണെന്ന്. അത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു വിഷയമുള്ള എന്താ വെച്ചാൽ മല്ലികാർജുന ഖാർഗെയുടെ ഇന്നത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു പ്രചാരണം ഉണ്ടെന്ത്, കോൺഗ്രസ് സംഘടനാ സംവിധാനം ചലിക്കുന്നില്ല എന്നുള്ള. ഇതോടുകൂടി ചലിച്ചു. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമല്ല. ഇത് സംഘടനാ സംവിധാനം പൂർത്തിയാക്കിയതിന്റെ ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് മാത്രം ഗണിച്ചാൽ മതി. അല്ലാണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു അനൌദ്യോഗിക തുടക്കം എന്ന് വേണേൽ പറയാമെന്നല്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് യോഗം നടന്നു, KPCC ഭാരവാഹി യോഗം ചേർന്നു, AICC അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 4-അംഗ സമിതിയെ നിയോഗിച്ചത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അല്ല, അങ്ങനെയില്ല. അത് വാർത്ത ഞാൻ കേട്ടു. പക്ഷെ അങ്ങനൊന്നും കമ്മിറ്റി ഒന്നും നിയോഗിച്ചിട്ടില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കാര്യ സമിതിയാണ് യോഗം ചേർന്നത്. അതായത് 20 മണ്ഡലങ്ങളില് കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ 2 ഇടത്തില്ല. ഒന്ന് ആലപ്പുഴയിൽ തോറ്റുപോയ സ്ഥലമാണ്, മറ്റേത് ശ്രീ K സുധാകരൻ മത്സരിക്കാത്ത കണ്ണൂര്. ഈ 2 സ്ഥലത്തെ 2 പുതിയ സ്ഥാനാർത്ഥികളെ വേണം. മറ്റുള്ളിടത്തെല്ലാം ആ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സമിതിയാണ് ചേർന്നത്. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. അതെന്തോ മാധ്യമങ്ങളിലെ ചാനലുകളിൽ ഞാൻ കണ്ടു. അത് തെറ്റാണ്. അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെയോ ഒരു തെറ്റിദ്ധാരണയിൽ വന്നതായിരിക്കും. എന്തായാലും ഒരു കമ്മിറ്റിയുള്ള തെരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ്. ആ യോഗം ചേർന്നു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. റൈറ്റ്. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഓൺലൈൻ വഴി ഞങ്ങൾ ചോദിച്ച ചോദ്യം തൃശ്ശൂരിൽ കരുത്ത് കാട്ടുമോ കോൺഗ്രസ് എന്നുള്ളതാണ്. ഏതാണ്ട് 25,000-ഓളം ആളുകൾ ആണ് ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 44% പേർ ആണ് കരുത്ത് കാട്ടും എന്ന് പറയുന്നത്. കരുത്ത് കാട്ടില്ല എന്നാണ് 53% പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് 3% ആളുകളും ആണ്. തൃശ്ശൂർ നേരത്തെ തന്നെ താരമണ്ഡലമായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് തൃശ്ശൂരിൽ തന്നെയാണ് കോൺഗ്രസും അനൌദ്യോഗികമായെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന നിലയിലേക്കുള്ള, കേരളത്തെ ഒട്ടാകെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണം എന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പ് പോരിലേക്ക് സംസ്ഥാനവും കടക്കുകയാണ്. വരും ദിവസങ്ങളിലടക്കം ഇത്തരം യോഗങ്ങൾ സജീവമാകും. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടാകും. ന്യൂസ് 18-നും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശദാംശങ്ങളും, ഏറ്റവും പുതിയ വിശദാംശങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി